ഡിവൈൻ മദറിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജീവിതത്തിൽ പലതരം വെല്ലുവിളികൾ നേരിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇത്തരം വെല്ലുവിളികളെ എങ്ങനെ സമർത്ഥമായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമുക്ക് പലപ്പോഴും അജ്ഞാതമാണ്. ഇന്നത്തെ ടോപ്പിക് പ്രോഗ്രസിംഗ് ഫ്രം കോൺഫ്ലിക്ട് ടു കോൺകോർഡ്. നമുക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുവാനായി എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീമതി രമ ഗോപകുമാറാണ്. മാഡം ഇന്ത്യക്കകത്തും വിദേശത്തും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പളായിട്ടും ടീച്ചറായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ലൊരു പബ്ലിക് സ്പീക്കർ ആകാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വിമൻ എംപവർമെന്റ്, ഇന്ത്യൻ കൾച്ചർ, പാലിയേറ്റീവ് കെയർ, ജെറിയാട്രിക്, ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ മേഖലകളിലും മാഡത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു, പഠിച്ചു വരുന്നു. ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ സെഷനിലേക്ക് മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഓവർ ടു യു മാം. Thank you so much, Dhanya ma'am. Good evening, everyone. First of all, Dhanya ma'amനോട് വലിയൊരു താങ്ക്സ്. എന്നെ എൻകറേജ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ധന്യ മാം ആണ്. ബിഗ് താങ്ക് യു ടു ഹർ ഫോർ ഹർ എൻകറേജ്മെന്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോഗ്രസിംഗ് ഫ്രം ഡിസ്കോർഡ് ടു കോൺകോർഡ് ഓർ പ്രോഗ്രസിംഗ് ഫ്രം കോൺഫ്ലിക്ട് ടു കോൺകോർഡ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം. കോൺഫ്ലിക്റ്റ് ജീവിതത്തിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. തോമസ് ക്രം എന്ന് പറഞ്ഞ പേരെടുത്ത ഒരു വിഖ്യാതനായ ഒരു എഴുത്തുകാരൻ, ഫിലോസഫർ, തിങ്കർ, അദ്ദേഹം പറയുന്നത് the quality of our lives depends not on whether we have conflicts but on how we respond to them. ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് അവിഭാജ്യ ഘടകമാണ്. പക്ഷെ ഈ കോൺഫ്ലിക്റ്റിന് നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, അതിനെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളെ ഒരു ഭംഗിയായിട്ടുള്ളൊരു ജീവിതമാണോ ജീവിക്കുന്നത്, സന്തോഷപ്രദമായ ജീവിതമാണോ ജീവിക്കാൻ പോകുന്നത് എന്നത് നമ്മൾ എങ്ങനെ ഓരോ കോൺഫ്ലിക്റ്റിനെ ഡീൽ ചെയ്യുന്നു, അതുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് കോൺഫ്ലിക്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ അതുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഏത് സ്റ്റൈൽ ഓഫ് റെസ്പോൺസ് ആണ് സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫോലറ്റ് ഒരു തിങ്കറാണ്, ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത് a conflict is appearance of disagreement, clash or difference of opinions, values and interest. ഒരു സംഘർഷം, അഭിപ്രായ വ്യത്യാസം, കലഹം, അഭിപ്രായ ഭിന്നത, ഇതിനെല്ലാത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശയ വിനിമയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ, അവരുടെ മൂല്യങ്ങൾ തമ്മിൽ ചേർന്ന് പോവില്ല, അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ ചേർന്ന് പോവില്ല. അന്നേരം പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു സംഘർഷം, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ അന്നേരം നമ്മുടെ സ്നേഹമെല്ലാം മറഞ്ഞു പോവും. അതിന് പകരം വരുന്നത് ഒരു അൺഫ്രണ്ട്ലിനെസ് ആണ്, ഒരു സൗഹാർദ്ദമില്ലായ്മ, ഒരു ശത്രുതാ മനോഭാവം, ഒരു നെഗറ്റീവ് ഫീലിംഗ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സംഘർഷം ഉടലെടുക്കുമ്പോഴാണ്. സോ ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് ഹോസ്റ്റിലിറ്റി, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഗ്രഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഉടലെടുക്കുമ്പോഴാണ്. കോൺഫ്ലിക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കോൺഫ്ലിക്റ്റ് വേണ്ടാന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല. സഫറിങ് പോലെ കോൺഫ്ലിക്റ്റ് ജീവിതത്തിൽ എന്തായാലും വന്നിരിക്കും. പല ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ടാവാം, വ്യക്തികൾ തമ്മിലുണ്ടാവാം, സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ വർക്ക് പ്ലേസിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾ എന്താണ്? നമ്മുടെ ഗോൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വാട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്താണ്, എന്തുകൊണ്ടുണ്ടാവണം, അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം,
നമ്മുടെ എയിം എന്താണ്? പീസ്. ഹൗ ടു ഹാവ് പീസ് ഇൻ ലൈഫ്, ഹൗ ടു ഹാവ് പീസ് ഇൻ മൈൻഡ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, കോൺഫ്ലിക്റ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ബിഗിൻസ് വെൻ വൺ പാർട്ടി പെർസീവ്സ് ദാറ്റ് ദ അതർ പാർട്ടി ഹാസ് നെഗറ്റീവ്ലി അഫക്റ്റഡ് ഓർ ഇസ് അബൌട്ട് ടു നെഗറ്റീവ്ലി അഫക്ട് സംതിങ് ദ അതർ പാർട്ടി കെയർസ് അബൌട്ട്. നമുക്കൊരു കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ട്, പക്ഷെ നമ്മുടെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിലാണ് മറ്റേ പാർട്ടി ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്. നമുക്ക് തോന്നുന്നു നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, അത് അതിന് തടസ്സങ്ങൾ മറ്റേ പാർട്ടി കൊണ്ടുവന്നിടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാനസിക വിക്ഷോഭമാണ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കാഴ്ചപ്പാടിൽ, പെർസെപ്ഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അവരുടെ മൂല്യങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ലക്ഷ്യങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ്. കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇമോഷൻ. എപ്പോ നമുക്ക് സംഘർഷം മനസ്സിലുണ്ടാകുമ്പോഴോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് വികാര തള്ളിച്ചയാണ്. നമ്മൾ ചിലപ്പം അത് പുറത്ത് പ്രകടിപ്പിക്കില്ലായിരിക്കും, ഉള്ളിൽ കിടന്ന് പിരിമുറി കൊള്ളുന്നുണ്ടാവും. പക്ഷെ ഇമോഷൻ ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്താശേഷി അത് ബാധിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സംഘർഷത്തിന്റെ അളവനുസരിച്ചിട്ട്, അതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. സംഘർഷം കൊണ്ട് നമുക്ക് ആൾക്കാരുടെ കൂടെ യോജിച്ചു പോകാൻ പറ്റില്ല, നമ്മുടെ കോപ്പറേഷൻ, കൊലാബറേഷൻ എബിലിറ്റിയെ പോലും അത് ബാധിക്കും. നമുക്കൊരു ചെറിയ കഥ ഈ സമയത്തൊന്ന് കേട്ടാൽ, ഞാനൊരു 10-20 വർഷം മുമ്പ് വായിച്ചൊരു കഥയാണ്. പക്ഷെ ഇത് എഴുതി തുടങ്ങിയപ്പം മനസ്സിൽ വന്ന ഒരു കഥയാണ്. അത് മഹേഷിന്റെ കഥയാണ്. മഹേഷ് പട്ടണത്തിൽ ജോലി ചെയ്യുന്നു, ഭാര്യ അനിതയുടെ കൂടെ താമസിക്കുന്നു. നാട്ടുമ്പുറത്ത് നിന്ന് വന്ന് കുടിയേറി താമസിക്കുകയാണ് പട്ടണത്തിൽ വർഷങ്ങൾക്ക് മുൻപ്. മഹേഷിന് പെട്ടെന്ന് ഒരു എഴുത്ത് വീട്ടിൽ നിന്ന് വരുന്നു, ഉടനടി വീട്ടിലേക്ക് വരണം, ചേട്ടന്റെ എഴുത്താണ്, ഉടനടി വീട്ടിൽ വരണം, തറവാട് പാർട്ടീഷൻ ചെയ്യാൻ പോകണം. മഹേഷ് ആണെങ്കിൽ പട്ടണത്തിലെ തിരക്ക് കാരണം, ജോലിയുടെ തിരക്ക് കാരണം വർഷങ്ങളായി നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിഞ്ഞു മാറി നാട്ടിലേക്ക് പോവില്ല. പക്ഷെ ഇത്തരത്തിലൊരു എഴുത്ത് വരുമ്പം ഏട്ടൻ പറയുന്നു, ഇത് നിനക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല, നീ വന്നേ തീരൂന്ന് ഷാഠ്യം പിടിക്കുമ്പം കത്ത് വായിച്ച ഉടനെ തന്നെ മഹേഷ് സുപ്പീരിയർ ഓഫീസറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. 2 ദിവസത്തെ ലീവ് എടുക്കുന്നത്. ഒരു ദിവസം വന്നു പോകാനായിട്ട് പോകും, പിന്നെ ഒരു ദിവസമാണ് വീട്ടിലേക്ക് തറവാട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കുക. മഹേഷ് ഇങ്ങനൊരു തീരുമാനം എടുത്ത് ബസ്സില് സീറ്റ് റിസർവ് ചെയ്ത് നാട്ടിലേക്കുള്ള ബസ്സിലേക്ക് ഇരിക്കുമ്പോഴും മനസ്സിൽ ഒട്ടും സമാധാനമില്ല, മനസ്സിലാകെ സംഘർഷമാണ്. കാരണം തറവാട് ഭാഗിക്കാൻ പോവാണ്. ആ ചിന്ത തന്നെ മഹേഷിന് ഒരുപാട് മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നു. പഴയ ഓർമ്മകളിൽ മഹേഷ് മുങ്ങിപ്പോവാണ്. മഹേഷിന്റെ മനസ്സിൽ കുറ്റബോധമാണ്. എല്ലാം ചെയ്തു തന്നിരുന്ന ഏട്ടനെ വർഷങ്ങളായിട്ട് പോയി കണ്ടിരുന്നില്ല. മഹേഷിന്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചിരുന്നു. ഏട്ടൻ അന്നേരം പഠിത്തം നിർത്തി മഹേഷിന്റെ കൊച്ചേട്ടനെയും, അതായത് ഇടയിലുള്ള ബ്രദറിനെയും മഹേഷിന്റെ വലിയേട്ടനാണ് വളർത്തിയത്. കുടുംബത്തിലെ സകല ഭാരവും ഏറ്റെടുത്തു, പഠിത്തം നിർത്തി. മഹേഷിനെയും കൊച്ചേട്ടനെയും എല്ലാം ഏട്ടനാണ് എല്ലാം ചെയ്തു കൊടുത്തത്. ഒരു അച്ഛന്റെ സ്ഥാനം എന്ന് മനസ്സിൽ കാണുമ്പോൾ മഹേഷിന് ഓർമ്മ വരുന്നത് ഏട്ടനെയാണ്. പാട് വരുമ്പത്തിൽ കൂടെ കൈപിടിച്ച് സ്കൂളിലേക്ക് എത്തിച്ചതും, തിരിച്ചു വരുമ്പോൾ ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചതും, പട്ടണത്തിലെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് കോളേജിൽ പഠിപ്പിച്ചതും, ജോലി കിട്ടിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും എല്ലാം ഏട്ടനാണ്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ഏട്ടനാണ്. അങ്ങനെയുള്ള ഏട്ടനെ പല തിരക്കുകൾ കൊണ്ട് മഹേഷ് അറിയാതെ നിഗ്ലക്ട് ചെയ്തതിൽ മഹേഷിന് ഒരുപാട് കുറ്റബോധം തോന്നി. എഴുത്ത് കണ്ട ഉടനെ തന്നെ മഹേഷിന്റെ മനസ്സിലെ ഒരു വികാരത്തിന്റെ തള്ളിച്ചയായിരുന്നു. ഒരുപാട് മാനസിക വിക്ഷോഭത്തിൽ അങ്ങനെ ഇരിക്കുമ്പം സുഖമായിട്ട് മഹേഷിന് ഉറങ്ങാൻ സാധിച്ചില്ല. തറവാട്ടിൽ എത്തിയപ്പോഴാണെങ്കിൽ വീട് ആകെ അലങ്കോലായിട്ട് കിടക്കുന്നു. പാത്രങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അവിടെ വട്ടലവും കിണ്ടിയും മൊന്തയും എല്ലാം പാത്രങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. കൊച്ചേട്ടന്റെ ഭാര്യയും അവിടെ നിൽക്കുന്നു. ഭാര്യയാണെങ്കിൽ, ഏട്ടത്തിയാണെങ്കിൽ വെറുകു പോലെ അതിന്റെ ഇടയിൽ കൂടെ പോയി ഉത്സാഹത്തോടെ ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ പരിശോധിക്കുന്നു. ചങ്ങല പിടിച്ച് അളവെടുക്കാനും ഏട്ടനും ഏട്ടത്തിയും മുൻ കൈയെടുക്കുന്നു. ഏട്ടനാണെങ്കിൽ, വലിയേട്ടനാണെങ്കിൽ അച്ഛന്റെ വാച്ച് പോലും അവിടെ ഊരി വെച്ചിരിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഭാവിക്കാൻ എന്നുള്ള ഒരു സന്മനസ്സോടെ അവിടെ നിൽക്കുന്നു.
മഹേഷിന് ഇത് കണ്ടപ്പോൾ ഒരു സാക്ഷിയായിട്ട് ഇതെല്ലാം നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. മനസ്സിൽ മുഴുവനും ഏട്ടന്റെ ത്യാഗവും ഏട്ടൻ ചെയ്തു തന്ന നന്മകളും ആണ് മനസ്സ് നിറയെ. ഏട്ടന്റെ നിസ്സഹായാവസ്ഥ, ഏട്ടന്റെ തലയിൽ വന്നേക്കണ നര, ഏട്ടന്റെ ചുമലുകളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് കൂനി തുടങ്ങിയ ദേഹം എല്ലാം കാണുമ്പോൾ പിന്നെയും പിന്നെയും മഹേഷിന് സങ്കടം വരാണ്. ഏട്ടൻ നല്ല രീതിയിൽ ഉയർന്നു പോകേണ്ടതാണ്. അനുജന്മാരെ ഓർത്ത് അവരുടെ ഭാരം കൂടി ഏറ്റെടുത്ത് ജീവിതം മുരടിച്ചു പോയ ഏട്ടനെ കണ്ടപ്പോൾ മഹേഷിന് വീണ്ടും വീണ്ടും സങ്കടം വരാണ്. വൈകുന്നേരമായപ്പോൾ ഭാഗമെല്ലാം കഴിഞ്ഞ് എല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോൾ മഹേഷ് മടങ്ങി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കുന്നു ഏട്ടൻ. ചോറും പൊതി കയ്യിലേൽപ്പിക്കുന്നു. വഴിയിൽ നിന്ന് മേടിച്ച് കഴിക്കേണ്ട, വളരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ച് യാത്രയാക്കുന്നു. മഹേഷും പോവാൻ നേരത്ത് ഏട്ടന്റെ കയ്യിൽ ഒരു കവർ ഏൽപ്പിക്കുന്നു. ഏട്ടൻ തുറന്നു നോക്കരുത്, ഞാൻ പോയതിനു ശേഷം നോക്കാവൂ എന്ന് പറയുന്നു. ബസ്സിലിരുന്ന് മഹേഷ് വളരെ സുഖമായിട്ട് ഉറങ്ങുന്നു. കാരണം മഹേഷിന്റെ മനസ്സിലെ സംഘർഷം ഇല്ലാണ്ടായി. മഹേഷ് ആ കത്തില് കവറിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ തനിക്ക് കിട്ടിയ ഭാഗം ഏട്ടനെ ഇഷ്ടദാനാണ് ചെയ്തത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭാര്യ അനിതയ്ക്ക് മുഖം വീർപ്പുണ്ടാവും, സങ്കടം ഉണ്ടാവും. അത് ആ നേരത്തെ സംഘർഷം അന്നേരം അത് കൈകാര്യം ചെയ്യാമെന്ന് ഓർത്ത് മഹേഷ് സമാധാനത്തോടെ ബസ്സിന്റെ സീറ്റിലിരുന്ന്, റിസർവ്ഡ് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോകുന്നതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ മഹേഷിന് ഉണ്ടാവുന്നത്, പുറമെ കാണുന്നവർക്ക് മഹേഷ് വളരെ കാമാണ്. മഹേഷിന് അവിടെ ഉണ്ടാകുന്നത് ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. വ്യക്തികൾക്ക് അവരുടെ ചിന്തകൾ മൂലം ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവരുടെ ഇന്നർ കോൺഫ്ലിക്റ്റ്. മാനസിക സംഘർഷം അവിടെ ഉള്ളിലാണ് ഉള്ളത്. അത്തരത്തിലൊരു സംഘർഷം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. ബുദ്ധൻ പറയുന്നത് become one with yourself. When the body says something, listen to it. When your mind is burnt out, respect that. We can either walk with or against ourselves. You choose which route would you like to take. അതായത് നമുക്ക് മാനസിക സംഘർഷം നമ്മുടെ ഉള്ളിലുള്ളപ്പം അതിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം. നമ്മൾ ഉള്ളിലേക്ക് തിരിയണം. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലെ ടെൻഷൻ, നമ്മുടെ ദേഹത്തിലെ വലിഞ്ഞു മുറുകൾ, അതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി ഷുഡ് ലിസൺ ടു ദാറ്റ്. നമ്മുടെ മനസ്സിന് തളർച്ച ഉണ്ടാകുമ്പോൾ അതിനെ മാനിച്ച് അതിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരീരവും മനസ്സുമായിട്ട് ചേർന്ന് നിന്ന് പോവാം, അതല്ല അതിനെതിരെയും പോവാം. ചേർന്ന് നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ഇന്നർ പീസ് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുന്നത്. ദലൈ ലാമ പറയുന്നത് വേൾഡ് പീസ് മസ്റ്റ് ഡെവലപ്പ് ഫ്രം ഇന്നർ പീസ്. ഓരോ വ്യക്തിക്കും ഉള്ളിൽ ഇന്നർ പീസ് ഉണ്ടെങ്കിൽ, അവരുടെ കുടുംബത്തിൽ ഇന്നർ പീസ് ഉണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റിയിൽ ഇന്നർ പീസ് ഉണ്ടാവും, സൊസൈറ്റിയിൽ ഇന്നർ പീസ് ഉണ്ടാവും, അത് വേൾഡ് പീസിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ഇന്നർ പീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മഹേഷിന് സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും നല്ലത്, മുഖ്യമായിട്ടുള്ളത് ഇന്നർ പീസ് ആയിരുന്നു. അതുകൊണ്ട് ആ ഇന്നർ കോൺഫ്ലിക്റ്റിന് ഒരു ശമനം കിട്ടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആണ് മഹേഷ് എത്തിയത്. കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ്. മിക്കതും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു കോസ്, വലിയൊരു റീസൺ ഈഗോ ക്ലാഷസ് ആണ്. ഒരു പേഴ്സണാലിറ്റി ക്ലാഷ് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് ആണ്. എത്രയും ഈഗോ വലുതായിരിക്കുന്നു അത്രയും കോൺഫ്ലിക്റ്റിന്റെ മൂർധന്യം കൂടും, അതിന്റെ ശക്തി അല്ലെങ്കിൽ ആഴം കൂടും. കാരണം ഹൈ ഈഗോ ഉള്ള ഒരു പേഴ്സണ് ഓൾവേസ് ഐ ആം റൈറ്റ് എന്നാണ്. വാട്ട് ഈസ് റൈറ്റ് എന്നല്ല ചിന്താഗതി, ഐ ആം റൈറ്റ് എന്നാണ്. ഞാൻ പിടിച്ച മുയലിന് 2 അല്ല 4 കൊമ്പായിരിക്കും, ചിലപ്പോൾ 8 കൊമ്പിലേക്കും പോകും. തെറ്റിദ്ധാരണകളും അസംഷൻസും സംഘർഷത്തിന് വേറൊരു കാരണം. നമ്മുടെ മുൻധാരണകള്, തെറ്റിദ്ധാരണകള്, അതും ഒരു കാരണമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ, വാല്യൂകൾ വ്യത്യസ്തമാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്കും അഭിപ്രായ ഭിന്നതയിലേക്കും നയിക്കും. ഇതുകൂടാതെ റിസോഴ്സസിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ, ഭാര്യയ്ക്ക് ഭർത്താവിന് സമയം കൊടുക്കാൻ ഇല്ല, ഭർത്താവിന് ഭാര്യയ്ക്കും കൊടുക്കാനില്ല, കുട്ടികൾക്കും ഇല്ല. അങ്ങനെ സമയം ഒരു റിസോഴ്സാണ്, സമ്പത്ത് ഒരു റിസോഴ്സാണ്. അതിലേക്ക് ഒരു പിടിവലി ഉണ്ടാകുമ്പോഴും അതിലേക്ക് ഒരു കോമ്പറ്റീഷനിലേക്ക് നയിക്കുമ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ചുരുങ്ങിയ അളവിലുള്ള സമ്പത്ത് പല രീതിയിൽ വിനിയോഗിക്കാൻ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് താല്പര്യമുള്ളപ്പം അതിനകത്തൊരു ചേർച്ചയില്ലായ്മ വരുമ്പോഴും അത് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. സമയം, ഇത്തരത്തിലെ റിസോഴ്സസ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളും ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് കമ്മ്യൂണിക്കേഷന്റെ ബ്രേക്ക് ഡൗണിലേക്ക് നയിക്കും. പരസ്പരം ആശയങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല.
ഇനി നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവമല്ല, അതിന് പല തലങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഥകൾ കൂടെ ഒന്നുകൂടി പോവാം. എൻ്റെ വീടിൻ്റെ അടുത്ത് മാത്യു ചേട്ടനും റോസ ചേച്ചിയും താമസിക്കുന്നു. റോസ ചേച്ചി ലൈബ്രറിയനാണ്. അവർക്ക് പുസ്തകങ്ങളുമായിട്ട് വളരെ വലിയ കൂട്ടുകെട്ടാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ ചേച്ചിക്ക് വലിയ കാര്യമാണ്. കാരണം 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പുസ്തകങ്ങൾക്കിടയിലാണ് റോസ ചേച്ചി താമസിക്കുന്നത്. പുസ്തകങ്ങൾ വായിച്ച് പുസ്തകത്തിനോടുള്ള കമ്പം കാരണം റോസ ചേച്ചിയുടെ മോഹം ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ്. റോസ ചേച്ചി പല ഗ്രൂപ്പുകളിലും പോസ്റ്റുകൾ ഇടാറുണ്ട്, ചെറിയ ലേഖനങ്ങൾ എഴുതാറുണ്ട്. അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. റോസ ചേച്ചിയുടെ മറ്റൊരു കമ്പമാണ് ഗാർഡനിങ്. അതും റോസ ചേച്ചിക്ക് റോസുകളോടാണ് വലിയ താല്പര്യം. മാത്യു ചേട്ടനാണെങ്കിൽ ഗാർഡനിങ് തീരെ താല്പര്യമില്ല. ഇപ്പൊ മാത്യു ചേട്ടൻ റോസ ചേച്ചിയോട് എപ്പോഴും പറയും, ഇതെന്താ വീട് എന്താ കാടാക്കി വെച്ചിരിക്കുന്നത്. ആരെങ്കിലും വരുമ്പോഴും റോസ ചേച്ചിയുടെ ഗാർഡനിനെ കുറിച്ച് ചെറുതാക്കിയേ സംസാരിക്കുള്ളൂ. മാത്യു ചേട്ടന്റെ താല്പര്യം സംരംഭങ്ങളോടാണ്. ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അത് വലിയ രീതിയിൽ എത്തിക്കണം, ഇതൊക്കെയായിരുന്നു മാത്യു ചേട്ടന്റെ താല്പര്യം. ഇപ്പൊ മാത്യു ചേട്ടൻ ജോലി ഇരിക്കുമ്പോൾ തന്നെ പലവട്ടം പല സംരംഭങ്ങളും തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന്റെ സമയമോശം കൊണ്ടോ ബിസിനസ്സിലെ അറിവ് കുറഞ്ഞത് കൊണ്ടോ എന്തുകൊണ്ടോ അതൊന്നും സക്സസ് ആയില്ല. എന്നാലും അദ്ദേഹം മോഹം കൈവിട്ടില്ല. അവരുടെ വീടിന്റെ അടുത്താണ് ഗ്രേസ് റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ അഷ്റഫ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെയാണ് ഗ്രേസ് റെസ്റ്റോറൻറ്റ്. ജോലിന്ന് റിട്ടയർ ആയതിനു ശേഷം മാത്യു ചേട്ടൻ ഇടയ്ക്കെല്ലാം ഗ്രേസ് റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് വിപിൻ എന്ന് പറയുന്ന ബംഗാളി പയ്യനെ പരിചയപ്പെടുന്നു. 3 വർഷമായിട്ട് ഗ്രേസ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത് അഷ്റഫിന്റെ സ്വന്തം ആളായി മാറിയ വ്യക്തിയാണ് വിപിൻ. വിപിൻ ഒരു സകലകലാവല്ലഭനാണ്. വിപിന് കുക്കിങ്ങിനെ എന്ത് ആസ്പെക്റ്റും വിപിൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. ചാട്ട് ഉണ്ടാക്കണോ, പാരിപൂരി ഉണ്ടാക്കണോ, പൂരി ഉണ്ടാക്കണോ, എന്ത് വേണമെങ്കിലും വിപിൻ ചെയ്യും. എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ വിപിന് ഒരുപാട് ഉത്സാഹം. ഇതുകൂടാതെ വിപിൻ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും അഗാധമായ അറിവാണ് വിപിന്. വിപിന്റെ ഈ ഒരു കഴിവ് മാത്യു ചേട്ടനെ വളരെയധികം ബോധിച്ചു. വിപിൻ വാതോരാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചോ പറയുമ്പോൾ മാത്യു ചേട്ടനെ ഇംപ്രസ്ഡ് ആവാതിരിക്കാൻ വയ്യ. മാത്യു ചേട്ടന്റെ മനസ്സിലൊരു ആഗ്രഹം വിപിന്റെ കൂടെ ചേർന്ന് കുറച്ച് സ്റ്റോക്സ് എല്ലാം പർച്ചേസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള മോഹം മനസ്സിൽ വന്നു. പക്ഷെ മാത്യു ചേട്ടന് അറിയാം കയ്യിൽ കാശില്ല. കാരണം PF ഫണ്ടെല്ലാം നേരത്തെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. മാത്യു ചേട്ടന്റെയും റോസ ചേട്ടത്തിയുടെയും ജോയിന്റ് ഫണ്ടിൽ കിടക്കുന്നുണ്ട് 2 ലക്ഷം രൂപ. പക്ഷെ ഇത് റോസ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കില്ല എന്ന് ചേട്ടന് അറിയാമായിരുന്നു. അതുകൊണ്ട് ചേച്ചി അറിയാതെ ചെക്ക് ബുക്കിൽ സൈൻ ചെയ്ത് പൈസ വിഡ്രോ ചെയ്ത് വിപിന് കൊടുക്കുന്നു. മാത്യു ചേട്ടന് ഉറപ്പാണ് വിതിൻ മന്ത്സ് കാശ് ഉണ്ടാക്കാൻ സാധിക്കും, പൈസ റോസ ചേച്ചി അറിയാണ്ട് ഇടാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി അദ്ദേഹം ഇരിക്കുന്നു. 3-4 ദിവസത്തിന് ശേഷം ഗ്രേസ് റെസ്റ്റോറൻറ്റിൽ പോയ മാത്യു ചേട്ടന് ഒരു ഷോക്ക്. വിപിൻ അവിടെ കാണാനില്ല. അഷ്റഫ് വളരെയധികം വ്യസനിക്കുന്നു. കാരണം അഷ്റഫിന് 10 ലക്ഷം രൂപ കോട്ടയത്തെ ഒരു ബന്ധുവിൻ്റെ കിട്ടാനുണ്ടായിരുന്നു. വിപിനെ അത് മേടിക്കാനായിട്ട് പറഞ്ഞു വെച്ചു. അവിടെ നിന്ന് വിപിൻ മടങ്ങിയെത്തിയിട്ടില്ല. മാത്യു ചേട്ടനെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. 10 ലക്ഷം പോയ അഷ്റഫിനോട് തന്റെ കഥ പറഞ്ഞ് കരയാനായിട്ട് മാത്യു ചേട്ടന് സാധിച്ചില്ല. അന്നേരം മാത്യു ചേട്ടന് ഉണ്ടായ മാനസിക സംഘർഷം ചെറുതൊന്നും ആയിരുന്നില്ല. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അപ്പൊ മാത്യു ചേട്ടന്റെ ഈ കഥ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് മാത്യു ചേട്ടനും റോസ ചേട്ടത്തിയും തമ്മിൽ തുടക്കത്തിൽ ലേറ്റന്റ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അവരുടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ ഉറങ്ങിക്കിടന്നിരുന്നു. കാരണം മാത്യു ചേട്ടൻ റോസ ചേച്ചിയുടെ ഓരോ ഗാർഡനിങ്ങിലെ താല്പര്യമോ വേറെ എന്തെങ്കിലോ ചെറുതാക്കി കാണിക്കും. അപ്പൊ അവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ വളരെ ലേറ്റന്റ് ആയിരുന്നു. പിന്നെ റോസ ചേച്ചിക്ക് മനസ്സിലായി മാത്യു ചേട്ടൻ എപ്പോഴെങ്കിലും കാശ് ചോദിക്കും. അപ്പൊ റോസ ചേച്ചിയുടെ മനസ്സിൽ there was a perceived conflict. അവർ കണ്ടു, ഷി വാസ് അവെയർ. അവർക്ക് അറിയാമായിരുന്നു അദ്ദേഹം വന്ന് പൈസ ചോദിക്കും, അതിനെ എങ്ങനെ ഒഴിവാക്കണം എന്നോർത്ത് അവരുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് അവര് എപ്പോഴും കണ്ടിരുന്നു. പിന്നെ പൈസയാണെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ മാത്യു ചേട്ടന് ഒരുപാട് സംഘർഷം, ഒരുപാട് കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്തു തുടങ്ങി. അദ്ദേഹം അതുമായിട്ട് ഹൈലി ഇമോഷണലായി വളരെയധികം അപ്സെറ്റായി. ഇനി ഇത് റോസ ചേട്ടത്തിയോട് പറയുമ്പോഴാണെങ്കിൽ ഉണ്ടാകാവുന്ന പൊട്ടിത്തെറി നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്നേരം നമ്മൾ പറയും ദ കോൺഫ്ലിക്റ്റ് ഹാസ് മാനിഫെസ്റ്റഡ്. അപ്പൊ അങ്ങനെ കോൺഫ്ലിക്റ്റിന്റെ
4 തലങ്ങളാണ് നമ്മൾ കണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന കോൺഫ്ലിക്റ്റ്, നമുക്ക് എല്ലാവർക്കും ലേറ്റന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇഷ്ടക്കേടുകൾ ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല, അതിനെ അവിടെ മിണ്ടാതെ മനസ്സിൽ ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തി വെക്കും. പക്ഷേ കോൺഫ്ലിക്റ്റ് അത് ഫെൽറ്റ് രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങും, ദേഹത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങും, മനസ്സിൽ വല്ലാതെ അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ ഒരു ട്രിഗർ വരുമ്പോഴാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുക, അത് പൊട്ടിത്തെറിക്കുക. അതാണ് ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുന്ന കോൺഫ്ലിക്റ്റിന്റെ ലെവൽ. ഇനി മാത്യു ചേട്ടന് വേണമെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ, അപ്പോൾ അതിനെ നമ്മൾ പറയും ഫങ്ഷണൽ രീതിയിലാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതല്ല, അതിനെ മോശമായിട്ട് അതിനെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഒരു ഡിസ്ഫങ്ഷണൽ ആയിരിക്കും. അത് അവർ തമ്മിലുള്ള ബന്ധത്തെ തകർക്കും. വില്യം ജെയിംസ് എന്ന തിങ്കർ, ഫിലോസഫർ പറയുന്നത്, whenever you are in conflict with someone, there is one factor that can make the difference between damaging your relationship and deepening it, and that factor is attitude. ഏത് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കണോ അതല്ലാതെ തകർക്കണോ എന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ ഏത് സമീപനാണ്, ഏത് ആറ്റിറ്റ്യൂഡാണ് മാത്യു ചേട്ടൻ എടുക്കുന്നത്, റോസ ചേട്ടി എടുക്കുന്നത്, അത് അവരുടെ കോൺഫ്ലിക്റ്റിന്റെ നിലവാരത്തെ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതിൻ്റെതായ മെച്ചങ്ങൾ, ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെതായ പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അത് ഇങ്ങനെ പോസിറ്റീവോ നെഗറ്റീവ് ആസ്പെക്റ്റോ തീരുമാനിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റ് ജീവിതത്തിൽ വരുമ്പോൾ ഒരിക്കലും അതിനെ ഭയക്കരുത്. കോൺഫ്ലിക്റ്റിന്റെ ഔട്ട്കം, അതിന്റെ പര്യവസാനം തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്. കെനിത്ത് കെ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്, ഇഫ് യു മാനേജ് കോൺഫ്ലിക്റ്റ് കൺസ്ട്രക്റ്റീവ്ലി വി ക്യാൻ ഹാർനസ് ഹിസ് എനർജി ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഏത് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും എപ്പോഴെങ്കിലും മനസ്സിൽ കാലുഷ്യം വരെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ക്രിയാത്മകമായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട് അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഓരോ കോൺഫ്ലിക്റ്റിലും ഒരുപാട് എനർജി ഇൻവോൾവ് ആണ്, ഒരുപാട് ഇമോഷൻ ഇൻവോൾവ് ആണ്. നമുക്ക് ആ വരുന്ന ആ പ്രയാസം, ആ സങ്കടം, ആ ദേഷ്യം, അത് നല്ല രീതിയിൽ ഉപയോഗിച്ച്, ക്രിയാത്മകമായി, ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാം. പുതിയ മാർഗങ്ങൾ തേടി ഡെവലപ്മെന്റിലേക്കും പ്രോഗ്രസ്സിലേക്കും നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നോക്കുമ്പം കോൺഫ്ലിക്റ്റിനകത്ത് ഒരു ക്രിയാത്മകമായ ഒരു വശം കൂടിയുണ്ട്. ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. കോൺഫ്ലിക്റ്റിനെ കാണുമ്പോൾ നമ്മൾ അതിനെ ഭയന്ന്, അയ്യോ കോൺഫ്ലിക്റ്റ് വന്നു, അയ്യോ ഒരു കലഹം വന്നു എന്ന് പറഞ്ഞിട്ട് ഭയക്കല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിനെ നമുക്ക് എങ്ങനെ ഹാർനസ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് വിനിയോഗിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി കുറെ കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ കോൺഫ്ലിക്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നു, ആഴത്തിൽ അത് ആ പേഴ്സണാലിറ്റിയുടെ ഡിഫറെന്റ് ഫാസറ്റ്സിനെ, ഡിഫറെന്റ് വശങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മുടെ ഉള്ളിലത്തെ പൊട്ടൻഷ്യൽ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയെയും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്. ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യണോ റിസോൾവ് ചെയ്യണോ അതും നമ്മുടെ ചോയ്സ് തന്നെയാണ്. റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിക്കുക. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഒരു ശമനത്തിലേക്ക് എത്തിക്കുക. നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട്, നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചിട്ട്, നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിസോല്യൂഷനിലേക്ക് നമുക്കതിനെ നീക്കാം. വെയിൻ ഡയർ എന്ന പ്രശസ്തനായ അമേരിക്കൻ റൈറ്റർ പറയുന്നത്, നോ കോൺഫ്ലിക്റ്റ് ക്യാൻ സർവൈവ് വിതൗട്ട് യുവർ പാർട്ടിസിപ്പേഷൻ. നമ്മൾ ആ കോൺഫ്ലിക്റ്റിനെ ഊട്ടി വളർത്തണോ അതിനെ തളർത്തണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ അതിനകത്ത് പങ്കെടുക്കാതെ ഒരു കോൺഫ്ലിക്റ്റിനും നിലനിൽപ്പ് ഇല്ല എന്നാണ് വെയിൻ ഡയർ പറയുന്നത്. മാർഗരറ്റ് വീറ്റ്ലി എന്ന് പറയുന്ന റൈറ്ററും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നു, ഒരു കോൺഫ്ലിക്റ്റിനും നമ്മളെ വേർതിരിക്കാൻ സാധിക്കില്ല, ഒരു ബന്ധത്തിനെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് ദ കോൺഫ്ലിക്റ്റ് ദാറ്റ് ഡിവൈഡ്സ് us ബട്ട് our ജഡ്ജ്മെന്റ് അബൌട്ട് them. നമ്മൾ അതിന് എന്ത് മൂല്യം കൊടുക്കുന്നത്, ഹൗ ആർ വി മെഷറിങ് ഇറ്റ്, നമ്മൾ അതിനെ എങ്ങനെ അളക്കുന്നു, നമ്മുടെ ജഡ്ജ്മെന്റ് അതിനെ കുറിച്ച് എന്താണ്, ആ ഒരു നമ്മുടെ സെൽഫ് ടോക്കാണ് ആ കോൺഫ്ലിക്റ്റിനെ തീരുമാനത്തിൽ നമ്മളെ എത്തിക്കുക. ബന്ധം വഷളാക്കണോ
മെച്ചപ്പെടുത്തണോ എന്നുള്ളത് നമ്മുടെ ജഡ്ജ്മെന്റ് ആണ്, നമ്മുടെ മെഷർമെന്റ് ആണ്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ആണ് ആ കോൺഫ്ലിക്റ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റിനെ എപ്പോഴും ഒരു ക്രിയാത്മകമായിട്ടുള്ള സമീപനത്തോടെ കൂടിയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആ രീതിയിൽ നോക്കുമ്പം കോൺഫ്ലിക്റ്റ്, തോമസ് കിൽമൻ, 2 സോഷ്യോളജിസ്റ്റ് കോൺഫ്ലിക്റ്റിനെ ഡീൽ ചെയ്യാനായിട്ട് 5 സ്റ്റൈലുകൾ, 5 രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസിൽ, മാനേജ്മെന്റിലും കോർപ്പറേറ്റിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് തോമസ് കിൽമൻ കോൺഫ്ലിക്റ്റ് റിസോല്യൂഷൻ സ്റ്റൈൽസ്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാവുന്നത് അവോയ്ഡിങ് സ്റ്റൈലാണ്. പേര് പോലെ തന്നെ അവോയ്ഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക. ഇവിടെ മാത്യു ചേട്ടനും റോസ ചേച്ചിയുടെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, മാത്യു ചേട്ടൻ ചെന്ന് റോസ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ നീ അറിയാതെ ഞാൻ പിൻവലിച്ചു. ഇത് കേട്ട ഉടനെ വളരെയധികം റോസ ചേച്ചി ഒരു വാക്ക് പറഞ്ഞില്ല, മിണ്ടാതെ പോയി മാത്യു ചേട്ടന്റെ ബാഗിൽ അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ വെച്ച്, ബാഗ് പുറത്ത് വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി എൻ്റെ 2 ലക്ഷം രൂപ മടക്കി തന്നിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വാതിൽ കുട്ടി അടച്ചു. അവരവിടെ ചെയ്തത് ഒരു ചർച്ചയ്ക്ക് പോയില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചില്ല, എന്തുകൊണ്ട് എടുത്തു, അത് വെച്ച് എന്ത് ചെയ്തു, ഒന്നും അന്വേഷിച്ചില്ല. അവര് ഉപയോഗിച്ച സ്റ്റൈലാണ് അവോയ്ഡിങ് സ്റ്റൈല്. അപ്പൊ അവർക്ക് അതിന്റെ കാരണങ്ങൾ ഉണ്ടാവാം. മാത്യു ചേട്ടനോട് എന്തെങ്കിലും ചോദിച്ചിട്ടും വലിയ വിശേഷമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഡിഫെൻഡ് ചെയ്തിരിക്കും, അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം മനസ്സിൽ. പക്ഷെ അവരുപയോഗിച്ച സ്റ്റൈൽ അവിടെ അവോയ്ഡിങ് സ്റ്റൈലാണ്. പലപ്പോഴും നമുക്ക് ഒരുപാട് നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ, ഒരുപാട് വികാരം തള്ളിച്ചുള്ളപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സംസാരിക്കാനായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്നും തോന്നാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിനെ കുറിച്ച് അധികം സംസാരിക്കാതെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഉള്ള ഒരു സ്റ്റാൻഡാണ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. വേറൊരു സ്റ്റൈലാണ് കമ്പീറ്റിംഗ് സ്റ്റൈൽ. നമുക്ക് എല്ലാവർക്കും ഗോഡ് ഫാദർ എന്ന മൂവി കണ്ടതായിട്ട് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് അഞ്ഞൂറ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മൂവിയിൽ അഞ്ഞൂറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതിനകത്ത് അച്ചമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. 2 പേരും ഹൈലി ഈഗോയിസ്റ്റിക് ആയ ക്യാരക്ടേഴ്സ് ആണ്. 2 പേരും ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ക്യാരക്ടേഴ്സ് ആണ്. ഓരോരുത്തർക്കും ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ളൊരു സമീപനാണ് ജീവിതത്തിനോട്. അതുകൊണ്ട് തന്നെ അവര് ഏത് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും, ആ മൂവി കണ്ടവരെല്ലാവരും ഓർക്കും, അവരെന്ത് കോൺഫ്ലിക്റ്റ് അവിടെ വരുമ്പോഴും അവരൊരു കമ്പീറ്റിംഗ് ലൈഫ് സ്റ്റൈലാണ്. അഞ്ഞൂറാൻ അച്ചമ്മയോട് കമ്പീറ്റ് ചെയ്യും, അച്ചമ്മ അഞ്ഞൂറാനോട് കമ്പീറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് റിസോല്യൂഷൻ സ്റ്റൈലാണ് നമ്മൾ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കും. കമ്പീറ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ഒരുപാട് ഹൈലി ഈഗോയിസ്റ്റിക് ആണ്. എന്ത് വന്നാലും ഞാൻ ജയിച്ചിരിക്കണം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു സമീപനാണ് അവർക്ക് കോൺഫ്ലിക്ട്സിനെ പരിഹരിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുന്ന വേറൊരു ടെക്നിക്ക്, ഒരു റിസോല്യൂഷൻ സ്റ്റൈലാണ് കോംപ്രമൈസിങ് സ്റ്റൈൽ. ഇത് സാധാരണ കുടുംബങ്ങളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഒരു വീട്ടില് ടീനേജേഴ്സ് ആയ മക്കളുള്ളപ്പം അവർക്ക് അവരുടേതായ കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അവരുടേതായ കുറെ ഡിമാൻഡ്സ് ഉണ്ടാവും. യങ് ആയ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിനോട് വല്ലാത്തൊരു കമ്പമാണ്. ഷവർമ, പിസ്സ, ബർഗർ തുടങ്ങിയവരോട് വല്ലാത്ത കമ്പാണ്. പേരൻസിനാണെങ്കിൽ അതുമായിട്ട് ഡെഡ് അഗെയിൻസ്റ്റ് ആണ്, അതുമായിട്ട് തീരെ താല്പര്യം. കഞ്ഞിയും പയറും പോയിട്ട് സാധാരണ ചോറോ ചപ്പാത്തിയോ ഒന്നും കഴിക്കാനായിട്ട് കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പൊ അവിടെ പേരൻസ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് കോംപ്രമൈസിങ് സ്റ്റൈൽ. കോംപ്രമൈസിങ് സ്റ്റൈല് ഒരു ഫൈൻഡിങ് എ മിഡിൽ ഗ്രൗണ്ട് ആണ്. നമ്മൾ കുട്ടികളുടെ വശം കേൾക്കുന്നു, നമ്മുടെ വശവും അവതരിപ്പിക്കുന്നു, കുട്ടികളുമായിട്ട് ചർച്ചയിലിരിക്കുന്നു, എന്നിട്ട് പറയുന്നു വീക്ക് ഡേയ്സ് എല്ലാം സാധാരണ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുക, പാല് കുടിക്കുക, പക്ഷെ വീക്കെൻഡ്സിൽ നിങ്ങളുടെ ഡിമാൻഡ്സ് നമ്മൾ അംഗീകരിക്കാം, നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് ആവശ്യമുള്ള പോലെ താല്പര്യമുള്ള പോലെ മേടിച്ചു തരാം എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ളൊരു സമീപനമാണ് കോംപ്രമൈസിങ് വേ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്ട്സ്. പിന്നെ ഉള്ളൊരു സ്റ്റൈലാണ് അക്കോമഡേറ്റിംഗ്
സ്റ്റൈൽ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. ഇത് ബന്ധങ്ങൾ തുടങ്ങുമ്പം നമ്മൾ ആ ബന്ധത്തിനെ വളരെയധികം വിലമതിക്കുമ്പം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ. ഒരു കപ്പിൾ മാരേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് അക്കോമഡേറ്റിംഗ് സ്റ്റൈല്. ഭർത്താവ് പറയുന്നത് എല്ലാം ഭാര്യ കേൾക്കും. തിരക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഭർത്താവാണെങ്കിലും ബഡ്ജറ്റ് കുറച്ച് ടൈറ്റ് ആണെങ്കിലും ഭാര്യയുടെ താല്പര്യം അനുസരിച്ചിട്ട് ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഫ്ലാറ്റും ഫർണിച്ചേഴ്സും എല്ലാം മേടിച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കും. അപ്പൊ അത്തരത്തില് മറ്റു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ് അക്കോമഡേറ്റിംഗ് വേ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്ട്. അപ്പൊ അവിടെ എന്ത് സംഘർഷം വരുമ്പോഴും ആ വ്യക്തി ചിന്തിക്കുക മറ്റു വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് ആ പേഴ്സണിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി എടുക്കുന്ന റിസോൾവിങ് സ്റ്റൈലാണ് അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ. അന്നേരം ഒരുപാട് കോപ്പറേറ്റീവ് ആയിരിക്കും. തന്റെ താല്പര്യങ്ങൾ ഒട്ടും മാനിക്കാതെ മറ്റുള്ള വ്യക്തിക്കാണ് നമ്മൾ താല്പര്യം കൊടുക്കുക. എല്ലാ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 4 സ്റ്റൈൽ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റിന് ഏറ്റവും ഉദാത്തമായത് കൊലാബറേറ്റിംഗ് സ്റ്റൈലാണ്. കൊലാബറേറ്റിംഗ് സ്റ്റൈൽ പേര് സജസ്റ്റ് ചെയ്യുന്ന മാതിരി കംപ്ലീറ്റ് കോഓപ്പറേഷൻ ആണ്. അവിടെ നമ്മുടെ വശവും നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, മറ്റുള്ള വ്യക്തിയുടെ വശവും നമ്മൾ സാദരം കേൾക്കുന്നു, എന്നിട്ട് കോമൺ ഗ്രൗണ്ട് കാണുന്നു, എന്നിട്ട് രണ്ടുപേർക്കും സന്തോഷം വരത്തക്ക രീതിയിൽ അതിനെ റിസോൾവ് ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും കൊലാബറേറ്റീവ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതെങ്കിൽ ഓരോ വ്യക്തിക്കും തോന്നുന്നു എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു, ഞാൻ ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഓരോ വ്യക്തിയും വളരെയധികം സന്തുഷ്ടി ഫീൽ ചെയ്യുന്നു. ഒന്നും ചേർത്ത് ഇമ്മിണി വലിയ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വേ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ആണ് കൊലാബറേറ്റിംഗ് സ്റ്റൈൽ. കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്താനായിട്ട്, ശാശ്വതമായിട്ടുള്ള സമാധാനം നിലനിർത്താനായിട്ട് നമ്മൾ എപ്പോഴും കൊലാബറേറ്റിംഗ് സ്റ്റൈൽ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഏത് സ്റ്റൈല് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയാലും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇനി കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട 4 സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറ മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റ് ആണ്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം, പരസ്പരം ആദരവ് ഉണ്ടാവണം. അന്നേരം ഈ 4 സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ 4 ആസ്പെക്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കോൺഫ്ലിക്റ്റിനെയും പുഷ്പം പോലെ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ദലൈ ലാമ പറയുന്നത് the best way to resolve any problem is to sit down and talk. നെഗോസിയേഷന്റെ, സംസാരത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ ദലൈ ലാമ പറയുന്നതെങ്കിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധാപൂർണതയോടെ മറ്റുള്ള പേഴ്സണെ കേൾക്കുക. സോ ലിസണിങ് ആക്റ്റീവ്ലി ഈസ് എ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് എനി ടോക്ക്. ശ്രദ്ധാപൂർണതയോടെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും മറ്റു വ്യക്തി സംസാരിക്കുമ്പം തടസ്സം പറയാതെ ആ വ്യക്തിയുടെ ഭാവനകളെ മാനിച്ച് കേൾക്കുക എന്നതാണ്. ആ വ്യക്തി പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ സകല പോയിന്റുകളും ചുരുക്കി പറഞ്ഞ് ഇതാണോ താങ്കൾ ഉദ്ദേശിച്ചത്, ഇതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് മറുചോദ്യത്തോടു കൂടി ആ വ്യക്തി ഇതാണ് ഉദ്ദേശിച്ചതെന്ന് അതിന്റെ പൂർണ്ണതയോടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് ലിസണിങ് ആക്റ്റീവ്ലി എന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് വേറൊരു സ്കില്ലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു പ്രധാന സ്കില്ലാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വാക്ക് തന്നെ കോയിൻ ചെയ്തത്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഗോഡ് ഫാദർ ആണ് ഡാനിയൽ ഗോൾമാൻ. അദ്ദേഹം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ടാവണമെന്നും ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഗോൾമാൻ പറയുന്നത് മാനേജിങ് കോൺഫ്ലിക്റ്റ് ഇസ് നോട്ട് അബൌട്ട് എലിമിനേറ്റിംഗ് ഇമോഷൻസ് ബട്ട് അബൌട്ട് നോയിങ് ഹൗ ടു മാനേജ് ആൻഡ് എക്സ്പ്രസ് ദം കൺസ്ട്രക്റ്റീവ്ലി. ഇമോഷൻസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സംഘർഷങ്ങൾ തെറിയുടെ വക്കത്തിലെത്തുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നമ്മുടെ ഭാവനകളെ,
നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പാടുപെടേണ്ടി വരും. അപ്പം ഇമോഷൻസ് ആർ എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. ഏത് സംഘർഷം ഉണ്ടാകുമ്പോഴും അതിനകത്തെ അവിഭാജ്യ ഘടകമാണ് ഇമോഷൻസ്. അപ്പൊ ഈ ഇമോഷൻസിനെ നമുക്ക് കോൺഫ്ലിക്റ്റിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. പക്ഷെ ആ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കല. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാവനയെക്കുറിച്ച്, നമ്മുടെ പ്രകൃതത്തിനെ കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കും. എനിക്ക് എന്ത് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, എന്ത് നടക്കാണ്ടാവുമ്പോഴാണ് എനിക്ക് പ്രയാസം ഉണ്ടാവുന്നത്, എത്രത്തോളം പ്രയാസം ഉണ്ടാവും, അറ്റ് ദ സ്കെയിൽ ഓഫ് 1 to 10 എന്റെ പ്രയാസം എത്രയാണ്, എന്റെ സങ്കടം എത്രയാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യണം. അതിനെ മാനേജ് ചെയ്യാനായിട്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അതിലാണ് സെൽഫ് കൺട്രോൾ എന്ന ആസ്പെക്റ്റും നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഭാവനയെക്കുറിച്ച് നമുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമുക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരുടെ ഭാവനകളെ കുറിച്ചും അവരുടെ ഫീലിങ്സിനെ കുറിച്ചും നമുക്ക് റെസ്പെക്ട് ഉണ്ടാവണം. അതിനെക്കുറിച്ച് നമുക്ക് എംപത്തി ഉണ്ടാവണം. ഏത് പ്രശ്നം വരുമ്പോഴും മറ്റ് പേഴ്സന്റെ വശത്ത് നിന്ന് നമുക്ക് കാണാനുള്ള കഴിവുണ്ടെങ്കിൽ, ആ ഒരു എംപത്തി എന്ന് പറഞ്ഞ സ്കില്ല് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കോൺഫ്ലിക്റ്റിനെ നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബന്ധങ്ങൾ സൂക്ഷിച്ച് നിലനിർത്താനായിട്ട് സാധിക്കും. ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വേറൊരു വശമാണ് നെഗോസിയേഷൻ. നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ച. എന്ത് പ്രശ്നം വരുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെ ചർച്ചയ്ക്ക് വിളിച്ച് ആ സംഘർഷം ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും കൂട്ടിയിരുത്തി അതിൽ സംസാരിപ്പിക്കുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത്, ലെറ്റ് us never negotiate out of fear, but let us never fear to negotiate. നെഗോസിയേഷൻ എന്ന വാക്ക്, ചർച്ച എന്ന വാക്ക് ഭയം കൊണ്ടല്ല ഉണ്ടാകേണ്ടത്. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് മറ്റുള്ള പേഴ്സണിന്റെ ഫീലിങ്സിനെ നമുക്ക് എംപത്തിയോടെ കാണാൻ പറ്റുമെങ്കിൽ, അതിനെ റെസ്പെക്റ്റോട് കൂടി കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് കൊണ്ട് നന്മ മാത്രമേ വരുള്ളൂ. നെഗോഷിയേറ്റ് ചെയ്യുമ്പം നമുക്ക് 2 പ്രധാനപ്പെട്ട രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാം. അതിൽ നിന്ന് ഒന്നാണ് ഡെസ്ക് മെത്തേഡ്. ഇപ്പൊ റോസ ചേച്ചിയുടെയും മാത്യു ചേട്ടന്റെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, റോസ ചേച്ചിയോട് ഇതെല്ലാം പറയുമ്പോൾ റോസ ചേച്ചി പൊട്ടിത്തെറിയുടെ വക്കിൽ എത്താണ്. തന്റെ പൈസ ബാങ്കിൽ ഇട്ടിരിക്കുന്ന, ജോയിന്റ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പൈസ തന്നോട് പറയാണ്ട് എടുത്ത മാത്യു ചേട്ടനോട് കയർക്കാനാണ് റോസ ചേച്ചിക്ക് തോന്നുന്നത്. അപ്പൊ അന്നേരം അവരുടെ മക്കളായ ജീനും ജോനും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ മാത്യു ചേട്ടന് പറയാം, റോസെ, നീ ഇത് എന്നെ ഉറക്കെ എന്നോട് കയർക്കുകയാണെങ്കിൽ അതെനിക്ക് പ്രയാസം ഉണ്ടാവും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് മുറിയിൽ പോയിരുന്ന് നീ എന്നോട് മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ മാത്യു ചേട്ടൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫീലിംഗ്, അദ്ദേഹത്തിന്റെ സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ കൺസേൺ എന്താണ്, ഇത് മക്കൾ കേൾക്കുകയാണെങ്കിൽ അതെനിക്കൊരു കുറച്ചിലാണ്. അപ്പൊ അദ്ദേഹം അതിന് ഓൾട്ടർനേറ്റീവ് പറയുന്നു, നമുക്ക് മുറിയിൽ പോയിരുന്ന് നിനക്ക് എന്നോട് പറയാനുള്ളത് നിനക്ക് എന്നോട് മയത്തിൽ പറയാം. അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതിന്റെ കോൺസിക്വൻസ് അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവാതെ ഇരിക്കും, മാത്യു ചേട്ടന് തന്റെ മാനം പോവാതെയും ഇരിക്കും. അപ്പോൾ ഡെസ്ക് മെത്തേഡ് എന്നാണ് ഇതിന് പറയാ. ഡിസ്ക്രൈബ് യുവർ സിറ്റുവേഷൻ, യു എക്സ്പ്രസ് യുവർ കൺസേൺ, യു സജസ്റ്റ് അനദർ ഓൾട്ടർനേറ്റീവ്, അതിനെ വേറൊരു മാർഗം പറയുക, അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നും വിശദീകരിക്കുക. ഈ ഒരു മെത്തേഡ് ആണ് നമുക്ക് ചർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതി. നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴോ, ഒരു സംഘർഷം ഉണ്ടാകുമ്പോഴോ, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴോ ഡെസ്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാം. ലീൻ എന്ന് പറയുന്നത് വേറൊരു മെത്തേഡാണ്. അതിനകത്ത് ഒരു ചെറിയൊരു സംഭവം പറയുകയാണെങ്കിൽ, ജോസേട്ടൻ്റെ അമ്മ വലിയ കാര്യമായിരുന്നു. ജോസേട്ടനാണെങ്കിൽ വേറെ 4 ബ്രദേഴ്സ് ഉണ്ട്. അമ്മയ്ക്ക് ജോസേട്ടനാണ് എല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് മറ്റുള്ള മക്കളെ ജോസേട്ടനേക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസേട്ടന്റെ ഭാര്യയുമായിട്ട് അമ്മ തെറ്റി മറ്റുള്ള ബ്രദേഴ്സിന്റെ കൂടെയാണ് നിന്നിരുന്നത്. അമ്മയ്ക്ക് പ്രായമാകുന്നതോറും ഇവര് അമ്മയുടെ കാര്യങ്ങൾ നോക്കാണ്ടായി. ഒടുവിൽ അമ്മ ഗതി കെട്ടിട്ട് ജോസേട്ടനെ തന്നെ വിളിക്കാണ്, ഡാ നീ എന്നെ കൊണ്ടുപോയി നീ നോക്കടാ, എനിക്ക് നിന്റെ കൂടെ നിന്നാ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു.
ജോസേട്ടൻ ഈ കാര്യം ഭാര്യയോട് പറയുന്നു. ഭാര്യക്ക് തീരെ താല്പര്യമില്ല അമ്മയെ കൊണ്ടുവരാനായിട്ട്. കാരണം ജോസേട്ടന്റെ ഭാര്യയ്ക്ക് അമ്മായിയമ്മയിൽ നിന്ന് നല്ല അനുഭവം ഇല്ല. അപ്പൊ ജോസേട്ടൻ എന്ത് ചെയ്യണം? ജോസേട്ടന് ആഗ്രഹമുണ്ട് അമ്മയെ നല്ല രീതിയിൽ, അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി, അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്ന് ജോസേട്ടന് അതിയായ മോഹമുണ്ട്. അപ്പൊ ജോസേട്ടൻ എന്ത് ചെയ്യും? ജോസേട്ടന്റെ കാര്യങ്ങൾ പറയും. ഭാര്യയുടെ വശവും അദ്ദേഹം കേൾക്കും. ഭാര്യയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കും. അപ്പൊ അവര് പറയും, എനിക്ക് അമ്മയെ കുളിപ്പിക്കാൻ വയ്യ, കാരണം എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ ഇപ്പോഴത്തെ തന്നെ കാര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇനി കൂടുതൽ ഭാരം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ ജോസേട്ടൻ പറയുന്നു, നീ അമ്മയെ കുളിപ്പിക്കണ്ട, നീ ഭക്ഷണം കൊടുക്കാൻ വേണ്ട, നീ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഞാൻ കൊടുത്തോളാം, ഞാൻ അമ്മയെ നോക്കിക്കോളാം, ഒന്നും നീ ചെയ്യണ്ട, ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. പക്ഷെ ഇവിടെ സമാധാനമായിട്ട് അമ്മയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ സാധിക്കുമോ? അപ്പൊ അന്നേരം ജോസേട്ടന്റെ ഭാര്യ സമ്മതിക്കുന്നു. അമ്മയെ കൊണ്ടിരുന്നു, അമ്മയെ അവര് ഭംഗിയായിട്ട് നോക്കുന്നു. അപ്പൊ അവിടെ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്, ജോസേട്ടൻ ലിസൺ ചെയ്യുന്നു ഭാര്യയുടെ വശം, അതുമായിട്ട് എംപത്തൈസ് ചെയ്യുന്നു. എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ അതുകൊണ്ട് അമ്മയെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഭക്ഷണം കൊടുത്തോളാം, ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോളാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ നമുക്ക് അമ്മയെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ജോസേട്ടന് ഭംഗിയായിട്ട് അമ്മയെ നോക്കാൻ സാധിക്കുന്നു. 8-9 മാസത്തിന് ശേഷം അമ്മ ഈ ലോകം വിട്ട് പോകുമ്പോഴും ജോസേട്ടന് സംഘർഷമില്ല. അദ്ദേഹത്തിന് സമാധാനത്തോടു കൂടി താൻ ചെയ്യേണ്ട സകല മര്യാദകളും ചെയ്യാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടെ അദ്ദേഹം പിന്നെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഡെസ്ക് മെത്തേഡും ലീൻ മെത്തേഡും നെഗോസിയേഷന് പറ്റിയ രണ്ട് മെത്തേഡ്സ് ആണ്. നമ്മുടെയൊക്കെ വിചാരം അടിക്കടി ഇടിക്കിടി ആ ഒരു രീതിയിലുള്ള പ്രതികരണമാണ് ചിലപ്പം കോൺഫ്ലിക്ട് റിസോല്യൂഷന് ഏറ്റവും നല്ല രീതി. പക്ഷെ ബുദ്ധൻ പറയുന്നത് കോൺകർ ആംഗർ ത്രൂ ജെന്റിൽനെസ്, അൺകൈൻഡ്നെസ് ത്രൂ കൈൻഡ്നെസ്, ഗ്രീഡ് ത്രൂ ജനറോസിറ്റി ആൻഡ് ഫോൾസ്ഹുഡ് ബൈ ട്രൂത്ത്. നമുക്കിത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നാം. ഒരാൾ നമ്മളോട് വളരെ കാലുഷ്യത്തോടു കൂടി പെരുമാറാണെങ്കിൽ, നമ്മളോട് ദേഷ്യത്തോടു കൂടി പെരുമാറാണെങ്കിൽ എങ്ങനെ അതിനെ വളരെ ജെന്റിലായിട്ട് തിരിച്ച് പ്രതികരിക്കുക? പക്ഷെ നമ്മളെ മനസ്സിരുത്തി നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരോടും നന്നായി പെരുമാറുമ്പോഴും, നമ്മളോട് നുണ പറയുന്നവരോടും വളരെ സത്യസന്ധമായിട്ട് പെരുമാറുമ്പോഴും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. എല്ലാ തിന്മയോടും നമുക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാനായിട്ട് സാധിക്കുമ്പം നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഉൾത്തിരിഞ്ഞു വന്നിട്ട് ഏതൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴും അതിനെ വളരെ ലാഘവത്തോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ഹാസ് എ വെരി ബിഗ് റോൾ ഇൻ ഹാൻഡ്ലിങ് കോൺഫ്ലിക്റ്റ്. നമ്മൾ എയിം ചെയ്യേണ്ടത് ഒരു സ്റ്റേർലിംഗ് ക്യാരക്ടറാണ്, തനി തങ്കപ്പെട്ട സ്വഭാവം എന്ന് പറയും. അപ്പൊ ഒരു സ്റ്റേർലിംഗ് ക്യാരക്ടറാണ് കോൺഫ്ലിക്ട് റിസോല്യൂഷന് ഏറ്റവും വലിയ മാർഗം. ഏത് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും നിങ്ങളുടെ സ്വഭാവശുദ്ധി, നിങ്ങളുടെ നന്മ, അതാണ് എതിർ പാർട്ടിയെ ആ കോൺഫ്ലിക്റ്റിനെ നല്ല രീതിയിലേക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. ഒരു സാത്വികമായ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, പേഴ്സണാലിറ്റീസ് നമ്മളിൽ എല്ലാവരിലും ഒരു ദൈവികത, ഒരു ഡിവിനിറ്റി ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഡിവിനിറ്റിയെ നമുക്ക് ഉണർത്തുമ്പോഴാണ് നമ്മൾ സാത്വികമായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുക. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മളെപ്പോഴും സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ അവനവനെ പരിശോധിക്കുന്നത്. എൻ്റെ പ്രകൃതി എങ്ങനെയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, എന്താണ് എൻ്റെ താല്പര്യം, ഞാൻ സെൽഫിഷ് ആണോ? അങ്ങനെ അവനവനെ എപ്പോഴും ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തണം. എവിടേക്കാണ് തിരുത്തൽ വരുത്തേണ്ടത് നമ്മൾ തിരുത്തണം. എപ്പോഴും മറ്റുള്ളവരോട് എമ്പത്തിയോടുകൂടി പെരുമാറണം. ചെറിയ നിസ്സാര കാര്യങ്ങളെ കുറിച്ച് കാര്യമായിട്ട് ബോധർ ചെയ്യാണ്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശീലിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനോടും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഉള്ള ഒരു സമീപനം നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഗ്രാജുവലി നമ്മുടെ പേഴ്സണാലിറ്റി കൂടുതൽ ഡിവിനിറ്റിയിലേക്ക് നീങ്ങുമ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കാര്യം കാലക്രമേണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മറിഞ്ഞ് ഇൻവിസിബിൾ ആയി മാറിക്കൊണ്ടിരിക്കും. നേരെ വിപരീതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു കണ്ടൻഷ്യസ് പേഴ്സണാലിറ്റി, ഒരു വഴക്കാളി പ്രകൃതമാണ് നമ്മുടെ. ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ആൾക്കാരെ അപമാനിക്കുന്നു, അവരോട് പുച്ഛത്തോടെ സംസാരിക്കുന്നു, അവരോട് നമ്മുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു,
അവരുമായിട്ട് ശത്രുതാ മനോഭാവം പുലർത്തുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ തോന്നുമ്പോഴും അതിനെ നമ്മൾ ഒഴിവാക്കി എപ്പോഴും ഒരു സ്റ്റേർലിംഗ് ക്യാരക്ടർ ആണ് നമ്മുടെ എയിം, നമ്മുടെ ഗോൾ എന്നത് എപ്പോഴും മനസ്സിൽ വെച്ച് ഗ്രാജുവലി നമ്മുടെ ലെവൽ ഓഫ് അത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. എപ്പോൾ കോൺഫ്ലിക്റ്റ് വരുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് നോക്കുന്നതിന് പകരം കോൺഫ്ലിക്റ്റ് മുൻകൂട്ടി കണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി. ഒരു അസുഖം വരുന്നതിന് മുമ്പ് അസുഖത്തെ പ്രിവെന്റ് ചെയ്യുന്ന മാതിരി ഒരു കലഹം വരുന്നതിന് മുമ്പ് അതിനുള്ള തടകൾ നമ്മൾ കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. അത് വ്യക്തതയോടെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരോട് ഇതാണ് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, എനിക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ സാലറി ഇത്രയാണ്, അപ്പൊ അതുകൊണ്ട് ഫാമിലി ബഡ്ജറ്റ് ഇത്രയായിരിക്കും, എനിക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. മക്കളോടായാലും ഭാര്യയോടായാലും, ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡിനോടായാലും ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തതയോടുകൂടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും കോൺഫ്ലിക്റ്റിനെ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പീസാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് പീസ് എന്ന കോൺസെപ്റ്റിന് ചുറ്റുമാണ്. റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് പീസ് ഇസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട് ബട്ട് ദ എബിലിറ്റി ടു ഹാൻഡിൽ കോൺഫ്ലിക്ട് ബൈ പീസ്ഫുൾ മീൻസ്. ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജീവിതത്തിൽ ശാന്തത വേണമെങ്കിൽ നമ്മൾ കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുമ്പോഴാണ് ജീവിതം പീസിന് ചുറ്റും നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പീസാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ കോൺഫ്ലിക്റ്റിനെ പേടിക്കാതെ നമ്മുടെ പേഴ്സണാലിറ്റി ഡിവൈൻ ലെവലിലേക്ക് എത്തിച്ച് കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസ് അക്വയർ ചെയ്ത് നമ്മുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് പറ്റിയ കോൺഫ്ലിക്റ്റ് റിസോല്യൂഷൻ സ്കിൽ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതം വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കും. ഈ ഒരു പ്രതീക്ഷയോടെ ഈ ടോക്ക് ഇവിടെ അവസാനിക്കും. താങ്ക് യു. താങ്ക് യു മാം. ഇത്രയും നേരം വളരെ രസകരമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഇത്ര സുന്ദരമായിട്ട് എടുത്തു. അതിന് പ്രത്യേകം നന്ദി. എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാല് മാഡത്തിന്റെ മലയാളം, എനിക്കറിയാം യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് മലയാളം, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നന്നായി തന്നെ മലയാളത്തിലെ ക്ലാസ് എടുത്തു. സോ കൺഗ്രാറ്റ്സ്. അപ്പോ ആർക്കെങ്കിലും ഒക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, ഫീഡ്ബാക്ക് പറയാം. മാഡം സ്റ്റോപ്പ് ഷെയർ കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. മാമേ ബേബി സാറാണ്, ഏക പുരുഷ പ്രതിനിധിയായിരിക്കാം. അപ്പം തീർച്ചയായും അപ്പൊ എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരേ സ്ഥലം ചവക്കോട്ട മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജീവനുള്ള എല്ലാ സ്ഥലത്തും കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് TINA ആണ്, ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഡയലോഗിലാണ് തുടങ്ങുന്നത്, പക്ഷെ തീരുന്ന ഡിബേറ്റ് ആയിട്ട് മാറും. കോമഡിയെ തുടങ്ങി ട്രാജഡി ആയി മാറും. അത് ഉണ്ടാകാതിരിക്കാനുള്ള പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കി ഏറ്റവും എളുപ്പവഴി മാനേജ്മെന്റ് ബൈ അവോയ്ഡൻസ് ആണ്. പണ്ട് നമ്മൾ കഥ പറഞ്ഞ പോലെ കല്യാണ സമയത്ത് തീരുമാനം എടുത്തു, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരാൾ പുറത്ത് കിടക്കും, ചിലപ്പോൾ സ്ഥലത്ത് പുറത്ത് കിടക്കേണ്ടി വരും. എന്താണേലും ഈ ടെക്നിക്കെല്ലാം പറഞ്ഞു തന്നതിന് പ്രത്യേകമായ നന്ദി. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു.